പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 25 ബുധൻ. പ്രധാന വാർത്തകൾ. പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് നടപ്പിലാക്കി വരുന്ന ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സർക്കാർ. ഇതിന്റെ ഭാഗമായി അംഗത്വ രജിസ്ട്രേഷനും കുടിശ്ശിക നിവാരണത്തിനുമായി അടുത്ത ദിവസം തിരുവനന്തപുരത്ത് നടക്കും. പ്രവാസികൾക്കിടയിലും രജിസ്ട്രേഷൻ നടപടികൾ വ്യാപിപ്പിക്കാൻ സംഘടനകൾ രംഗത്തുണ്ട്. കേരളത്തിന് പുറത്തും വിദേശത്തും താമസിക്കുന്ന 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം ലഭിക്കുക. ആവശ്യമായ രേഖകൾക്കൊപ്പം ഓൺലൈനായാണ് അംഗത്വമെടുക്കേണ്ടത്. 200 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ക്ഷേമനിധിയിൽ അംഗത്വമെടുത്തതിന് ശേഷം അംശാദായം അടയ്ക്കാതെ അംഗത്വം നഷ്ടപ്പെടുകയും ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭ്യമാക്കാത്തതുമായ സാഹചര്യമുണ്ടായവർക്ക് നിവാരണത്തിനും സൗകര്യമുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന കേരളീയൻ 1A വിഭാഗത്തിൽ ഉൾപ്പെടും. ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പ്രതിമാസം 350 രൂപയാണ് അംശാദായം അടയ്ക്കേണ്ടത്. വിദേശത്ത് 2 വർഷമെങ്കിലും ജോലി ചെയ്ത ശേഷം കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവരാണ് 1B വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഈ വിഭാഗം പ്രതിമാസം 200 രൂപയാണ് അംശാദായം അടയ്ക്കേണ്ടത്. പ്രവാസി കേരളീയനായ അംഗത്തിന് പ്രതിമാസം 3500 രൂപയും മുൻ പ്രവാസി കേരളീയനായ അംഗത്തിന് 3000 രൂപയും കുറഞ്ഞ പെൻഷൻ തുകയായി ലഭിക്കും. അംശാദായ അടവ് കാലയളവ് ദീർഘിക്കുന്നതിന് അനുസരിച്ച് മിനിമം പെൻഷന്റെ ഇരട്ടി തുക വരെ പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ 5 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ അംശാദായം അടച്ചിട്ടുള്ളതും അംഗത്വം റദ്ദാക്കാത്തതോ ആയ അംഗം മരണമടഞ്ഞാൽ അർഹതപ്പെട്ട കുടുംബത്തിന് കുടുംബ പെൻഷൻ ലഭ്യമാകും. അർഹതപ്പെട്ട പ്രതിമാസ പ്രായാധിക്യ പെൻഷൻ തുകയുടെ 50% കുടുംബ പെൻഷൻ. നിത്യവൃത്തിക്കായി തൊഴിൽ ചെയ്യുന്നതിന് ശാരീരിക അവശത മൂലം കഷ്ടത അനുഭവിക്കുന്നതും ക്ഷേമനിധിയിൽ 3 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ തുടർച്ചയായി അംശാദായം അടച്ചിട്ടുള്ളതുമായ അംഗത്തിന് പെൻഷൻ തുകയുടെ 40% തുല്യമായ തുക പ്രതിമാസ അവശത പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. പ്രവാസി ക്ഷേമനിധി അംഗങ്ങൾക്ക് മരണാനന്തര സഹായം, ചികിത്സാ സഹായം, വിവാഹധന സഹായം, പ്രസവാനുകൂല്യം, വിദ്യാഭ്യാസാനുകൂല്യം എന്നിവയും കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് നൽകി വരുന്നുണ്ട്. ഒമാനിൽ മത്സ്യബന്ധന ലൈസൻസിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്നലെ മുതലാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം നിർത്തിയത്. ചെറിയ പെലാജിക് മത്സ്യങ്ങൾക്കും ട്യൂണകൾക്കുമുള്ള എൻക്ലോഷർ ഉപരിതല ട്രാൾ സംവിധാനം ഉപയോഗിക്കുന്ന വാണിജ്യ മത്സ്യബന്ധന കപ്പലുകൾക്കുമുള്ള ലൈസൻസുകളും കണവ മത്സ്യബന്ധനത്തിനായി വലകൾ ഉപയോഗിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഹെമ്മിങ് സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീരദേശ മത്സ്യബന്ധന യാനകൾക്കും ലൈൻ സിസ്റ്റം ഉപയോഗിക്കുന്നവയ്ക്കുമുള്ള ലൈസൻസുകളും സസ്പെൻഡ് ചെയ്യും. മുൻകൂർ അനുമതി വാങ്ങാതെ മത്സ്യബന്ധന യാനങ്ങൾ വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നത് നിയമലംഘനമായി തുടരും. നടപടികൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് പരിശോധനകളും നടത്തും. അടുത്ത മാസം 8 മുതൽ 31 വരെ നഖ്ലലിലെ ഖബ്ബത്ത് അൽ ചാതനിൽ നടക്കുന്ന എക്സ്പീരിയൻസ് സൗത്ത് ബാത്തിന ഫോറത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ഗവർണർ മസൂദ് ബിൻ സയീദ് അൽ ഹാഷിമി പറഞ്ഞു. ഗവർണറേറ്റിന്റെ വിനോദസഞ്ചാരവും സാംസ്കാരിക ആകർഷണവും വർദ്ധിപ്പിക്കാനും ഒമാനിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള സന്ദർശകരെ ആകർഷിക്കാനും തെക്കൻ ബാത്തിനയെ ഒരു പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനും ലക്ഷ്യമിട്ടാണ് ഫോറം നടത്തുന്നത്. കാർ റേസ്, സാൻഡ് ബൈക്കിംഗ്, പാരാഗ്ലൈഡിംഗ് തുടങ്ങിയ ആവേശകരമായ കായിക മത്സരങ്ങൾക്കൊപ്പം കുതിര, ഒട്ടക ഓട്ട മത്സരം ഉൾപ്പെടെയുള്ള പരമ്പരാഗത മത്സരങ്ങൾ ഉത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. മറൈൻ സ്പോർട്സ്, ബീച്ച് ഗെയിമുകൾ, പരമ്പരാഗത ഒമാനി ജീവിത ശൈലിയിലേക്ക് നേർക്കാഴ്ച നൽകുന്ന ഒരു പൈതൃക ഗ്രാമം എന്നിവ ഉൾപ്പെടുന്നു. തിയേറ്റർ പ്രകടനങ്ങൾ, കച്ചേരികൾ, സർക്കസ്, മാജിക് ഷോകൾ, ലേസർ ഡിസ്പ്ലേകൾ എന്നിവ വിനോദ ഇനങ്ങളിലുണ്ടാകും. ടെക്നോളജി പ്രേമികൾക്കായി ഇലക്ട്രോണിക് ഗെയിമുകൾക്കും വെർച്വൽ റിയാലിറ്റി അനുഭവങ്ങൾക്കുമായി പ്രത്യേക ഇടങ്ങളും ഒരുക്കും.
സന്ദർശകരുടെ ഇടപഴകൽ വർദ്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മുജാബ് എന്ന മൊബൈൽ ആപ്പ് ഗവർണറേറ്റ് പുറത്തിറക്കും. ഗവർണറേറ്റിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും പ്രാദേശിക ബിസിനസുകളുടെ സംഭാവനകൾ ഉയർത്തിക്കാട്ടുന്നതിനുമായി ഒരു പ്രൊമോഷണൽ എക്സിബിഷനും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വർത്തനങ്ങൾ കേവലം വിനോദത്തിനല്ലെന്നും ഗവർണറേറ്റിന്റെ പൈതൃകം പ്രദർശിപ്പിക്കുന്നതിനും പ്രാദേശിക മേഖലകളെ പിന്തുണയ്ക്കുന്നതിനുമാണെന്ന് ഗവർണർ ഹാഷിമി പറഞ്ഞു. സൗദിയിൽ നടന്ന അറബ് സൈബർ സുരക്ഷാ മന്ത്രിമാരുടെ കൗൺസിലിന്റെ യോഗത്തിൽ ഒമാൻ പങ്കെടുത്തു. ഗതാഗത, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക് ഡിഫൻസ് സെന്റർ എന്നിവ സുൽത്താനേറ്റിനെ പ്രതിനിധീകരിച്ചു. അറബ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, ഉന്നതർ, അറബ് രാജ്യങ്ങളുടെ ലീഗ് സെക്രട്ടറി ജനറൽ തുടങ്ങിയവരാണ് പങ്കെടുത്തത്. MTCITയിലെ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഷൈതാനിയാണ് ഒമാൻ പ്രതിനിധി സംഘത്തെ നയിച്ചത്. ചടങ്ങിൽ കൗൺസിലിനുള്ള ലോഗോയും ഐഡന്റിറ്റിയും പ്രകാശനം ചെയ്തു. കൗൺസിൽ ചാട്ടം, അറബ് സൈബർ സുരക്ഷാ തന്ത്രം വികസിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു. അറബ് മേഖലയുടെ സൈബർ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കൗൺസിലിന്റെ പ്രവർത്തനങ്ങളുടെയും സംരംഭങ്ങളുടെയും ഘടനയും സംവിധാനവും ചർച്ച ചെയ്തവയിൽ ഉൾപ്പെടുന്നു. അറബ് സൈബർ സുരക്ഷാ മന്ത്രിമാരുടെ കൗൺസിൽ സ്ഥാപിക്കുന്നതിന് അവരുടെ ഫലപ്രാപ്തിയും നേട്ടവും കൈവരിക്കുന്നതിനുള്ള സംഭാവനകളുടെ തുടർച്ചയാണ്. ഒമാന്റെ വിനോദസഞ്ചാര സാധ്യതകളെ പരിചയപ്പെടുത്തുന്നതിനായി UAEയിൽ നിന്നുള്ള 35 പ്രമുഖ ടൂറിസം കമ്പനികളുടെ പ്രതിനിധികൾക്ക് ബുറമി ഗവർണറേറ്റിൽ യാത്ര സംഘടിപ്പിച്ചു. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന് കീഴിലാണ് എമിറേറ്റ്സിൽ നിന്നുള്ള സന്ദർശകരെ ആകർഷിക്കുന്നതിനായി പ്രത്യേക ക്യാമ്പയിൻ ഒരുക്കിയത്. ബുറൈമിയിലെ പുരാതന പൈതൃക കേന്ദ്രങ്ങൾ, ചരിത്ര പ്രദേശങ്ങൾ, മറ്റു ടൂറിസം പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ UAEയിൽ നിന്നുള്ള സംഘം സന്ദർശനം നടത്തി. ഗവർണറേറ്റിനെ സംയോജിത വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തിക്കാട്ടുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് വിദേശികളെ അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായ സിംഫണി മ്യൂസിക് ബാൻഡ് കരോൾ സർവീസസ് സംഘടിപ്പിച്ചു. റോയ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള 20ഓളം ഗായകർ ചേർന്ന് 2017 ആരംഭിച്ച സംഗീത കൂട്ടായ്മയാണ് സിംഫണി മ്യൂസിക് ബാൻഡ്. തുടർന്നും മികച്ച പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഇതിനായുള്ള അണിയറ ഒരുക്കങ്ങൾ നടന്നുവരുന്നതായും റോയ് ജോർജ് അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.